ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ പാർട്ട് നമ്പർ 4 ആണ്. അപ്പോൾ ഓൾറെഡി പാർട്ട് 1, 2, 3 എന്നിവ നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അത് അവസാനം എൻ്റെ സ്ക്രീനായിട്ട് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പൊളിറ്റി ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്ലേലിസ്റ്റിലും അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പ്ലേലിസ്റ്റിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. മൈ നോട്ട്ബുക്കിൻ്റെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അത് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു PDF-ൻ്റെയും അല്ലെങ്കിൽ ബാക്കിയുള്ള നോട്ട്സുകളുടെയൊക്കെ PDF-കളും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. www.bbmohanan.com എന്ന ബ്ലോഗിലാണത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മൈ നോട്ട്ബുക്കിൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഞാൻ ഈ ഒരു എൻ്റെ ബ്ലോഗും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്ലീസ് വിസിറ്റ് മൈ ബ്ലോഗ് www.bbmohanan.com വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് സബ്സ്ക്രൈബ് ചെയ്യുക ത്രൂ മെയിൽ ഓൾസോ. ഓക്കെ, അപ്പോൾ ഇനി എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ EEMedc എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യാം. അതുപോലെ EEMedc.com എന്ന ബ്ലോഗും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ RRB NTPCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് www.ntpcrailway.com വിസിറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. t.me/mynotepsc എന്നതാണ് ടെലിഗ്രാമിൻ്റെ ലിങ്ക്. നിങ്ങൾക്ക് അത് ഡയറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, സോ മൈ നോട്ട്ബുക്കിൻ്റെ സ്റ്റോറും വിസിറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ബുക്സ് എന്നിവിധ എന്ത് സാധനവും വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ ഏതൊക്കെ എക്സാമുകൾക്ക് ഏതൊക്കെ ബുക്സ് ആണെന്നുള്ള സജഷൻസും കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എൻ്റർ ചെയ്ത് ആ ഒരു ബുക്ക് സജഷൻസ് എങ്കിലും വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ഹൗ മെനി ഷെഡ്യൂൾസ് വെയർ ദെയർ ഇൻ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു? ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു? അപ്പോൾ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ അതിൽ 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. 8 ഷെഡ്യൂളുകൾ. അപ്പോൾ ഇപ്പോൾ എത്ര ഷെഡ്യൂളുണ്ട്? ഇപ്പോൾ 12 ഷെഡ്യൂളുകളുണ്ട്. 8 ഷെഡ്യൂളുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര ഷെഡ്യൂളുണ്ട്? 12 ഷെഡ്യൂളുകളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ ഷെഡ്യൂളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്കത് ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്, നിങ്ങൾക്ക് അറിയിക്കാം. അതുപോലെ ഈ 8 ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ 8ാമത്തെ ഷെഡ്യൂൾ എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. 8ാമത്തെ ഷെഡ്യൂൾ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളെ പറ്റിയുള്ളതായിരുന്നു. ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്നതായിരുന്നു 8ാമത്തെ ഷെഡ്യൂൾ. നമുക്കറിയാം ലാംഗ്വേജ് എന്ന് പറയുന്നത് നേരത്തെയും ഇത് പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് എന്നുള്ളത് നമുക്കിങ്ങനെ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? ഓക്കെ, ലാംഗ്വേജ് എന്ന് എഴുതും. ഇതിൽ എത്ര ലെറ്റേഴ്സ് വരുന്നുണ്ട്? 8 ലെറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 8ാമത്തെ ഷെഡ്യൂൾ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ഷെഡ്യൂൾസ് വേറെ ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ്? ഹൂ ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ്? ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ ലോ ഓഫീസർ ആരാണ്? ഏറ്റവും വലിയ നിയമ ഉപദേശകൻ അല്ലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? ഹൂ ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ്? ഓക്കെ, ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. ഒരു സ്റ്റേറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണ് ആ സ്റ്റേറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നമ്മൾ പറയുന്നതാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഹയസ്റ്റ് അറ്റോർണി. അത് ഒരു സ്റ്റേറ്റിൻ്റെ അല്ല, ഒരു എന്താ പറയുക, ഇപ്പം ഇന്ത്യയുടെ ഏറ്റവും വലിയ ലോ ഓഫീസർ, ദ ഹയസ്റ്റ് ലോ ഓഫീസർ, ഒന്നാമത്തെ ലോ ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അറ്റോർണി ജനറൽ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ അതിന് സമാനമായിട്ട് സ്റ്റേറ്റിൽ വരുന്നതാണ് ഇത് അഡ്വക്കേറ്റ് ജനറൽ. ഇനി അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത്, അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് പ്രധാനമായിട്ടും പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 165 കേട്ടോ. ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇനി അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു അഡ്വക്കേറ്റ് ജനറലിന് സംസ്ഥാനത്തിലെ ഏത് കോടതിയിലും നേരിട്ട് ഹാജരായിട്ട് അഭിപ്രായം പറയാനായിട്ടുള്ള അധികാരമൊക്കെ ഉണ്ട്.
ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അത് CP സുധാകര പ്രസാദാണ് കേട്ടോ. ഓക്കെ, CP സുധാകര പ്രസാദാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ, CP സുധാകര പ്രസാദ്. ഇനി അഡ്വക്കേറ്റ് ജനറലിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ അറ്റോർണി ജനറലിന്റെ കാര്യം കൂടി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 1ാമത്തെ നിയമ ഓഫീസറാണ്. അതുപോലെ അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 76 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 76 ആണ്. ഇനി അറ്റോർണി ജനറലിന്റെ യോഗ്യത എന്ന് പറയുന്നത്, അതാകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇനി അദ്ദേഹത്തിന്റെ കാലാവധിയെ പറ്റി ഒന്നും ഭരണഘടനയിൽ പറയുന്നില്ല. ഇപ്പൊ രാഷ്ട്രപതി തീരുമാനിക്കുന്നവരെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ തുടരാവുന്നതാണ്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന് ഉപദേശം നൽകുന്നത് ആരാണ്? നിയമ ഉപദേശം നൽകുന്നത് ആരാണ്? അറ്റോർണി ജനറൽ. സംസ്ഥാന ഗവൺമെന്റിന് നിയമ ഉപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ, ഇനി അറ്റോർണി ജനറലിനെ ഓരോ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് MC സെതൽവാദ് ആണ് കേട്ടോ. MC സെതൽവാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ കാലം ഈ അറ്റോർണി ജനറലിന്റെ പദവിയിൽ ഇരുന്നതും അദ്ദേഹം തന്നെയാണ്. ഇനി 2 ടൈംസ് അറ്റോർണി ജനറലായ ആളാണ് സോളി സൊറാബ്ജി. ഓക്കെ, 2 തവണ അറ്റോർണി ജനറൽ ആയത് ആരാണ്? സോളി സൊറാബ്ജി. ഓക്കെ, അപ്പൊ ഈ ഒരു പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് KK വേണുഗോപാലാണ് കേട്ടോ. KK വേണുഗോപാലാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുക. അതുപോലെ അറ്റോർണി ജനറൽ ആകുന്ന ആദ്യത്തെ മലയാളിയും KK വേണുഗോപാലാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക, അഡ്വക്കേറ്റ് ജനറലും അറ്റോർണി ജനറലിനെ പറ്റി. അടുത്തത്, വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ യൂണിയൻ ജുഡീഷ്യറി? യൂണിയൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാർട്ട് ഏതാണ്? യൂണിയൻ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പാർട്ട് ഇപ്പം നമ്മൾ നേരത്തെയും പഠിച്ചതാണ്. പാർട്ട് 5 എന്ന് പറയുന്നത് രാഷ്ട്രതല ഭരണ സംവിധാനമാണ് കേട്ടോ. പാർട്ട് 5 എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രതല ഭരണ സംവിധാനത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ യൂണിയൻ ജുഡീഷ്യറിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? പാർട്ട് 5 വരുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഏജ് ഓഫ് റിട്ടയർമെന്റ് ഓഫ് ദ പ്രസിഡന്റ്? പ്രസിഡന്റിന്റെ റിട്ടയർമെന്റ് പ്രായം എത്രയാണ്? പ്രസിഡന്റിന്റെ റിട്ടയർമെന്റ് പ്രായം എത്രയാണ്? യഥാർത്ഥത്തിൽ ദർ ഈസ് നോ ഏജ് ഓഫ് റിട്ടയർമെന്റ് ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ റിട്ടയർമെന്റിന് പ്രത്യേകിച്ച് ഏജ് ഒന്നുമില്ല അല്ലേ? പ്രസിഡന്റിന്റെ റിട്ടയർമെന്റിന് പ്രത്യേകിച്ച് ഏജ് ഒന്നും പറയുന്നില്ല. ഇനി ഒരു കാര്യം ഈ അദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഇപ്പോൾ ഭരണഘടനയിൽ പറയുന്നതിൽ നമുക്ക് ആദ്യം ഓർത്തിരിക്കേണ്ടത് അദ്ദേഹത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, അതായത് പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും പരമോന്നത അധികാരി ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനാണ്, പ്രഥമ പൗരനാണ്, സായുധ സേനാ വിഭാഗങ്ങളുടെ എല്ലാം പരമോന്നത മേധാവി എന്നിവയൊക്കെ ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? രാഷ്ട്രപതി. സർവ്വ സൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതി. ഓക്കെ, ഇനി ഭരണഘടനയുടെ 53ാമത്തെ വകുപ്പ് അനുസരിച്ചാണ് ഈ പ്രതിരോധ സേനകളുടെയൊക്കെ പരമാധികാരിയാകുന്നത് കേട്ടോ. 53ാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ എല്ലാ സേനകളുടെയും പരമാധികാരി അല്ലെങ്കിൽ പരമോന്നത പദവിയിലിരിക്കുന്നത് രാഷ്ട്രപതി ആകുന്നത്. ഇനി രാഷ്ട്രപതിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നെ എത്ര വയസ്സ് വേണം എന്നുള്ളത് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പം ആ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് 35 വയസ്സ് വേണം. ഓക്കെ, മത്സരിക്കുന്നതിന്. അപ്പം പിന്നെ ഒരു കാര്യം പറയുന്നത്, ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലൊന്നും ഔദ്യോഗിക പദവികളൊന്നും വഹിക്കാത്ത ആളായിരിക്കണം എന്നുമുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ
ഔദ്യോഗിക പദവികൾ വഹിക്കാത്തവരായിരിക്കണം പ്രസിഡന്റ് ആവേണ്ടത് എന്നുണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാൻ മത്സരിക്കേണ്ടത് എന്നുണ്ട്. അത് ആർട്ടിക്കിൾ 58 അനുസരിച്ചാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. പക്ഷെ നിലവിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതിക്കോ ഉപരാഷ്ട്രപതിക്കോ സംസ്ഥാന ഗവർണർക്കോ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കോ ഒക്കെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാവുന്നതാണ്. ഓക്കെ. രാഷ്ട്രപതിക്കോ ഉപരാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അധികാരത്തിലിരിക്കുന്ന അവർക്കൊക്കെ, അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർക്കോ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്നത് ഇലക്ഷൻ കമ്മീഷണറാണ്. പിന്നെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ് കേട്ടോ. 5 വർഷമാണ് ഔദ്യോഗിക കാലാവധി. അല്ലാതെ ഒരു വയസ്സ് അങ്ങനെ പറയാറില്ല, എത്ര വയസ്സാണെന്ന് പറയാറില്ല. ഓക്കെ. ഇനി ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Division of powers between the centers and the states listed in which schedule? Division of the powers between the center and the states listed in which schedule? ഏത് ഷെഡ്യൂളിലാണ് ഈ ഡിവിഷൻ ഓഫ് ദ പവേഴ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെന്റർ അത് പറയുന്നത്? 7ാമത്തെ ഷെഡ്യൂളിലാണ്. അപ്പോൾ 7ാമത്തെ ഷെഡ്യൂളിലാണ് ഈ പറഞ്ഞ നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ്, അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയൊക്കെ പറയുന്നത് കേട്ടോ. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, അതുപോലെ കൺകറന്റ് ലിസ്റ്റിന് എന്താണ് പറയുന്നത്? സമവർത്തി ലിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ലിസ്റ്റുകളെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഷെഡ്യൂളിലാണ്? 7th ഷെഡ്യൂളിലാണ് കേട്ടോ. ഇപ്പൊ 7 എന്നുള്ളത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ L എന്ന് എഴുതാം അല്ലേ. അപ്പൊ ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കാം. അപ്പൊ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഈ പറയുന്ന ലിസ്റ്റുകളൊക്കെ വരുന്നത്? ഏത് ഷെഡ്യൂളിലാണ് വരുന്നത്? 7th ഷെഡ്യൂളിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക. ഷെഡ്യൂള് ഏതാണ്, ലിസ്റ്റുകൾ പറയുന്ന ഷെഡ്യൂൾ ഏതാണെന്ന് അങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് റിട്ട് ലിറ്ററലി മീൻസ് വാട്ട് ഈസ് യുവർ അതോറിറ്റി? ഏത് റിട്ടാണ് വാട്ട് ഈസ് യുവർ അതോറിറ്റി? ഏത് റിട്ടിൻ്റെ മീനിങ് ആണ്, അല്ലെങ്കിൽ വേർഡ് മീനിങ് ആണ് വാട്ട് ഈസ് യുവർ അതോറിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കറിയാം പല റിട്ടുകൾ അല്ലെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് റിട്ടുകൾ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ക്യോ വാറണ്ടോ അതൊരു ക്വസ്റ്റ്യൻ പോലെയാണ് അല്ലേ. വാട്ട് ഈസ് യുവർ അതോറിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത്. ക്യോ വാറണ്ടോ. അതുപോലെ ബാക്കി റിട്ടുകളാണ് മാൻഡമസ്, ഹേബിയസ് കോർപ്പസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പിന്നീട് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ. വിച്ച് ആർട്ടിക്കിൾ എംപവേഴ്സ് ദ പ്രസിഡന്റ് ടു അപ്പോയിന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് പ്രസിഡന്റിന് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിനുള്ള അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? വിച്ച് ആർട്ടിക്കിൾ എംപവേഴ്സ് ദ പ്രസിഡന്റ് ടു അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ആർട്ടിക്കിൾ 75. ആർട്ടിക്കിൾ 75 ആണ് ദാറ്റ് എംപവേഴ്സ് ദ പ്രസിഡന്റ് ടു അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞതാണ്. ഇപ്പോൾ 2018 നടന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാമിനൊക്കെ ചോദിച്ചിരുന്നു, എഴുതിയവർക്ക് അറിയാമായിരിക്കും. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിളും കൂടി ഞാനൊന്ന് പറയുകയാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 52 നമ്മൾ പറഞ്ഞു അല്ലേ. ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന ആ സ്ഥാനം വേണം എന്നുള്ളതിനെ പറ്റി പ്രതിപാദിക്കുന്നു. 53 പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണ നിർവഹണ അധികാരത്തെ പറ്റി പറയുന്നു. നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അതുപോലെ ആർട്ടിക്കിൾ 54 ആണ്. 53 നമ്മൾ ആദ്യം പറഞ്ഞതാണ് അല്ലേ. 54 ആണ് പ്രസിഡന്റിന്റെ എലക്ഷനെ പറ്റി പറയുന്നത്. പ്രസിഡന്റിന്റെ എലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 54 ആണ്. അതുപോലെ എലക്ഷന്റെ ഓരോ നടപടിക്രമങ്ങളൊക്കെയാണ് 55ലും പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഭരണ കാലാവധി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ടെനർ, അത് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, 5 വർഷമാണ്. അതൊക്കെ 56ലാണ് പറയുന്നത്. ഇനി പ്രസിഡന്റിന് വീണ്ടും തെരഞ്ഞെടുക്കാനുള്ള അർഹതയുണ്ട് എന്ന് പറയുന്നതാണ് 57ൽ പറഞ്ഞ ആർട്ടിക്കിൾ 57 പറയുന്നത്. ഇനി ഈ രാഷ്ട്രപതിയാകാൻ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ യോഗ്യതകളൊക്കെ പറയുന്നത്, ക്വാളിഫിക്കേഷൻസ് പറയുന്നത് എന്തിലാണ്? 58ലാണ് പറയുന്നത്. അതുപോലെ 59ൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി സംബന്ധമായിട്ടുള്ള ഓരോ വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് 59ൽ പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 60 ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ സത്യവാചകം അതിനെപ്പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 60. ഓക്കെ.
അദ്ദേഹത്തിന് ആരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്, അത് ഓർത്തു വയ്ക്കുക. ഇനി ആർട്ടിക്കിൾ 61, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, അതുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 61 വരുന്നത്. ഇനി ആർട്ടിക്കിൾ 62 ഉണ്ട്. ആർട്ടിക്കിൾ 62 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംപീച്ച്മെന്റിന്റെ കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ ആർട്ടിക്കിൾ 62, അതായത് രാഷ്ട്രപതിയുടെ ഒഴിവിലേക്ക് ഇലക്ഷൻ നടത്താനുള്ള കാലദൈർഘ്യം, അതായത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നടത്തുന്നത്, ആ കാലദൈർഘ്യമാണ് 62 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 72 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 61 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് കൊടുക്കാനുള്ള അധികാരമുണ്ട് അല്ലേ, പൊതുമാപ്പ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 72 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 74 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉള്ളത്. അത് പറയുന്നതാണ് 74. ഇനി ആർട്ടിക്കിൾ 75 ആണ് പറയുന്നത് പ്രസിഡന്റിന് ആരെയാണ് പ്രധാനമന്ത്രിയെയും, അതായത് പ്രൈം മിനിസ്റ്ററിനെയും മറ്റു മന്ത്രിമാരെയൊക്കെ നിയമിക്കാനുള്ള അധികാരം. അതാണ് 75 പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 111 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 111 111. ഈ ആർട്ടിക്കിൾ 111 പ്രത്യേകം നോട്ട് ചെയ്യുക, വീറ്റോ പവർ. അപ്പോൾ പ്രസിഡന്റിനുള്ള പവേഴ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം. വീറ്റോ പവറിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 111. ഇനി ആർട്ടിക്കിൾ 123 ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അദ്ദേഹത്തിന്റെ അധികാരത്തെ പറ്റിയിട്ടാണ് 123 ആർട്ടിക്കിൾ പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 143 അതും കൂടി ഓർത്തു വയ്ക്കുക. അതായത് സുപ്രീം കോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഉപദേശങ്ങൾ അദ്ദേഹത്തിന് സ്വീകരിക്കാനുള്ള, സുപ്രീം കോടതിയുടെ അഡ്വൈസുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം, അതാണ് ഉദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ 143. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ അത്യാവശ്യമുള്ള ആർട്ടിക്കിൾസ് പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യമില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ 15 ക്വസ്റ്റ്യൻ ആഡ് ചെയ്തെങ്കിലും അത് ഒരുപാട് ലോങ് ആയിപ്പോയി വീഡിയോ. അപ്പോൾ ഒരുപാട് ലോങ് ആകുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് കണ്ടിരിക്കാൻ മടുപ്പാകും. അതുകൊണ്ടുകൂടി നമ്പർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്ലനേഷൻ കൂട്ടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റഡ് ആകുക. ദെൻ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എഗെയിൻ ടെലിഗ്രാം ജോയിൻ ചെയ്യുക. t.me/mynotebook PSC ആണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ദെൻ ഈ PDF ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് bbmohan.com സന്ദർശിക്കാം. വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ദെൻ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസ് തയ്യാറെടുക്കുന്നവർ AAADC എന്ന ചാനലും ബ്ലോഗും സന്ദർശിക്കാം. അതുപോലെ www.ntpcrailway.com സന്ദർശിച്ചാൽ NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. ബെല്ലൈക്കൺ ആരെങ്കിലും പ്രസ് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ചെയ്യുക. കാരണം എന്നാലാണ് എല്ലാ നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.